Welcome to another episode of The Couple Who Reads. അത് മീനില്ല. ഓക്കെ, സോ ഇന്നലെ റീഡിംഗ് ഡേ ആയിരുന്നു. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് റീഡിംഗ് ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ്. യെസ്, ഞങ്ങളുടെ വീഡിയോ ഇറങ്ങുമ്പോൾ തന്നെ കാണണം എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് ഈ വീഡിയോയിൽ 2 സർപ്രൈസസ് ഉണ്ട്. ഇത് രണ്ടും ടൈം ബൗണ്ട് ആണ്. അതുകൊണ്ട് വീഡിയോ കാണുക, സർപ്രൈസസ് എന്താണെന്ന് നോക്കുക. റീഡിംഗ് ഡേ കുറിച്ച്. യെസ്, റീഡിംഗ് ഡേ കുറിച്ച്. ഫാദർ ഓഫ് ലൈബ്രറി ആൻഡ് ലിറ്ററസി മൂവ്മെന്റ് ഇൻ കേരള എന്നറിയപ്പെടുന്ന PN പണിക്കരുടെ ഓണറിലാണ് നമ്മൾ റീഡിംഗ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. PN പണിക്കരുടെ ഡെത്ത് ആനിവേഴ്സറി കമ്മമറേറ്റ് ചെയ്തിട്ടാണ് റീഡിംഗ് ഡേ ഉള്ളത്. യെസ്, അപ്പോൾ ഈ റീഡിംഗ് ഡേയുടെ ഹിസ്റ്ററി പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഷോൺ ഈസ് ഓൾസോ ആൻ ഓത്തർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുള്ളിക്കാരൻ ഒരുപാട് ബുക്ക് റിവ്യൂ ഒക്കെ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു റിവ്യൂ ബുക്ക് പൈസിൽ വരെ ഫീച്ചർഡ് ആയിട്ടുണ്ട്. ഷോണിൻ്റെ റീഡിംഗ് ഡേയുടെ ഒരു വീഡിയോ ഉണ്ട്, കുറച്ച് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സോ ഗോ ആൻഡ് വാച്ച് ഇറ്റ്. സോ ഈ വീഡിയോയിൽ നമ്മൾ എന്താ പറയുന്നത്, ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ബ്രൗസ് ചെയ്ത് നോക്കി ഈ റീഡിങ്ങിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. കാരണം റീഡിംഗ് ഡേ എന്ന് പറയുമ്പോൾ റീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ദിവസമാണല്ലോ. റീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് റീഡിംഗ് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവും നമുക്ക് നോക്കാം. അപ്പൊ അത് പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം ദീപ്തി എന്തുകൊണ്ടാണ് വായിക്കുന്നതെന്ന് പറയും, അതിനുശേഷം ഞാൻ എന്തുകൊണ്ടാണ് വായിക്കുന്നത്, പിന്നെ നമ്മൾ ബെനിഫിറ്റ്സിലോട്ട് പോകും. ഓക്കെ, സോ ഓട്ട് ദീപ്തി. ഞാൻ വായിക്കുന്നത് മെയിൻലി എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഒരു വേറെ എല്ലാത്തിനെക്കാട്ടും ഇപ്പൊ ഫോൺ നോക്കുന്നതും മൂവി കാണുന്നതിനെക്കാട്ടും പോലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ് ബുക്ക് വായന എന്ന് പറയുന്നത്. എനിക്ക് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഒരു നോളജും കിട്ടുന്നുണ്ട്. ഹിസ്റ്ററി, ഞാൻ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ വായിക്കുമ്പോഴേക്കും ഞാൻ അറിയാതെ തന്നെ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് എനിക്കൊരു അവയർനെസ്സും ഓരോ ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കുന്നത്. ഓക്കെ, ഇനി എന്തിനാ വായിക്കുന്നത്? ഞാൻ വായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ലോസ്റ്റ് ആകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റിയിൽ നിന്ന് മാറി വേറൊരു ലോകത്ത്. പൊതുവെ എനിക്ക് ഏത് ബുക്ക് വായിച്ചാലും ഞാൻ കംപ്ലീറ്റ്ലി ആ ഒരു വേൾഡിൽ ലീവ് ചെയ്യുന്ന പോലെയാണ്. പക്ഷേ ഇപ്പം അങ്ങനെ നോട്ട് നെസസറി അങ്ങനെയാണോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ദാറ്റ് ഈസ് വൺ റീസൺ ഞാൻ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ മെയിനായിട്ട് വായിക്കുന്നത്, ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ ഞാനൊരു ഡിബേറ്റ് നടത്താറുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ വായിക്കണം, ഇത്രയും മൂവീസും സീരീസും ഇത്രയും വിഷ്വലായിട്ടുള്ള ഒരുപാട് നോളജും കാര്യങ്ങളൊക്കെ ഗ്രാസ്പ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ വായിക്കണം എന്നുള്ളൊരു ഡിബേറ്റ് ഞങ്ങൾ നടത്താറുണ്ട്. അതിൻ്റെയൊക്കെ കൺക്ലൂഷൻ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ ദാറ്റ് ഐ ആം വെരി. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മളെ തന്നെ തിരിച്ചറിയാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ടൂളാണ് വായന എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ ആ ഒരു എഴുത്തുകാരനായിട്ട് നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ് ഡിബേറ്റിലായിരിക്കും. ഈവൻ ഇഫ് ഇറ്റ്സ് എ പാരഗ്രാഫ്, ഈവൻ ഇറ്റ്സ് എ ലൈൻ, നമ്മൾ എപ്പോഴും ആ ഒരു ഓത്തറായിട്ട് ഡിബേറ്റ് ചെയ്ത് ഒരു കൺക്ലൂഷൻ എത്താൻ നേരത്ത് അറ്റ് ദ എൻഡ് ഓഫ് ദ റീഡിങ് ആ ഒരു ബുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ക്വാളിറ്റീസാണ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു വ്യക്തിത്വത്തിനെ തിരിച്ചറിയാൻ ഏറ്റവും നല്ല എളുപ്പം എന്ന് പറയുന്നത് വായനയാണ്. നമ്മുടെ ഇഷ്ടമില്ലായ്മ എല്ലാം മനസ്സിലാക്കാനും ഒരു പരിധി വരെ വായന സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. സോ ഇറ്റ് ഈസ് ടു എക്സ്പ്ലോർ മൈസെൽഫ്, ഐ റീഡ്. അപ്പോൾ നമുക്കിനി ബാക്കി ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. യെസ്, ഓക്കെ. അപ്പോൾ ജനറൽ ആയിട്ട് ഞങ്ങൾ ബ്രൗസ് ചെയ്തപ്പോൾ കണ്ട കുറച്ച് ബെനിഫിറ്റ്സ് ആണ്. ഇതിനേക്കാളും ബെനിഫിറ്റ്സ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇതിനേക്കാളും ഒരുപാട് പറയാനുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം. സോ ദീസ് ആർ ദ ഫ്യൂ ബെനിഫിറ്റ്സ് ദാറ്റ് വി സെർച്ച്ഡ്. അത് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഫസ്റ്റ് ബെനിഫിറ്റ് ഞാൻ പറഞ്ഞത് തന്നെയാണ് എല്ലാവരും എഴുതിയിരിക്കുന്നത്, എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട്. എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്റർടൈൻമെന്റിന്റെ കൂടെ തന്നെ വരുന്നതാണ് സ്ട്രെസ് റിലീഫും ഹാപ്പിനെസ്സും ഒക്കെ. നമ്മൾ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മുടെ വർക്ക് ആണെങ്കിലും പഠിത്തമാണെങ്കിലും അങ്ങനെ ഒരുപാട് സ്ട്രെസ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ബുക്ക് എടുത്ത് തുറക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒന്ന് മാറി നമ്മൾ ഈ പറഞ്ഞ പോലെ വേറൊരു ലോകത്തിലേക്ക് എത്തി ബുക്സുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു റിലാക്സേഷൻ ആണ്. അതുകൂടെ അതുപോലെ തന്നെ നമുക്ക് അതിനൊരു ഹാപ്പിനെസ്സും കിട്ടുന്നുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റ്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് എന്റർടൈൻമെന്റ്, സെക്കൻഡ് പോയിന്റ് സ്ട്രെസ് റിലീഫ്. ആൻഡ് ദാറ്റ് ഈസ് വെരി ട്രൂ. കാരണം ഈ വർഷം എടുത്താലും ഞങ്ങൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വർക്കുകൾ എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് വർക്കുകളാണ്. അപ്പോൾ ചേതൻ ഭഗത്താണെങ്കിൽ പോലും ഫിക്ഷൻ എഴുതിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സെൽഫ് ഹെൽപ്പ് എഴുതി. സോ അത് ഹൈലി എല്ലാ ആൾക്കാരും വായിക്കുന്ന ഒരു ജോണറായി മാറിക്കഴിഞ്ഞു സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ടിപ്പിക്കലി ഒബ്വിയസ്ലി ഗീവ് യു ദ സ്ട്രേറ്റ് പോയിന്റ് ടു ദ സെക്കൻഡ് ബെനിഫിറ്റ് ദാറ്റ് യു ജസ്റ്റ് സെറ്റ്. അതായത് ഇറ്റ്സ് ഗുഡ് ഫോർ ബിലീഫ് എന്നുള്ളത്. അപ്പോൾ അത് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക്
ബുക്സ് വായിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത്, എനിക്കത് ശരിയാന്ന് തോന്നിയത്, വായിച്ചാൽ ഞാൻ കണ്ടതാ, കൂടുതൽ എംപതൈസ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ആൾക്കാരുമായിട്ട്. അവരുടെ ഷൂസിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനും അങ്ങനെയൊക്കെ പറ്റും. പിന്നെ നമ്മൾ പല കൾച്ചേഴ്സിലുള്ള ആൾക്കാര്, പല ജെൻഡേഴ്സിലുള്ള ആൾക്കാര്, അങ്ങനെ എല്ലാ ആൾക്കാരുമായിട്ട് നമുക്ക് എംപതൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ആൾക്കാരുടെ ഒരു ജഡ്ജ്മെന്റ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നെഗറ്റീവ് സെൻസിലല്ല പറയുന്നത്, നമ്മൾ ജഡ്ജ്മെന്റിലാവുക അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഒരാളോട് നമ്മളിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അയാളെ കുറിച്ച് നമ്മളിപ്പോൾ വായിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അയാളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നിയിട്ട്. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ ഇപ്പൊ ആൾക്കാർ ഒരുപാട് ദീപ്തി വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എൻ്റെ ലൈൻ ഓഫ് വർക്ക് അങ്ങനെയായിരുന്നു. ദീപ്തി കൂടുതലും എനിക്ക് തോന്നുന്നു വായനയും അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു, വീട്ടിലിരിപ്പും ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ ഞങ്ങൾ മനസ്സിലായ ഒരു കാര്യം, ഞാൻ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത് ഭയങ്കര റോങ് ആയിട്ടായിരിക്കും. പക്ഷെ ദീപ്തി എപ്പോഴും അവരെ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ ദീപ്തിക്ക് പറ്റിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നപ്പോൾ ഈ എംപതി ആൻഡ് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ഇറ്റ് ഗീവ്സ് എ ബെനിഫിറ്റ് ആൻഡ് എ ക്വാളിറ്റി ടു എ ക്യാരക്ടർ അല്ലേ. അപ്പോൾ അത് ഇറ്റ്സ് ഹൈ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ റീസൺ ദാറ്റ് യു ക്യാൻ സ്റ്റാർട്ട് റീഡിങ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്ലേറ്റബിൾ ആയിട്ടായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആലോചിച്ചത് അതാ, യു ആർ ഓൾവേസ് കറക്റ്റ് ഓൺ ഫ്യൂ പീപ്പിൾ ദാറ്റ് ഐ വാസ് ഓൾവേസ് റോങ് അബൌട്ട്. അപ്പൊ അങ്ങനെ ഫോർത്ത് പോയിന്റ് ഇത് ഞാൻ പല സ്റ്റഡീസിലും കണ്ടു എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഈ ഡിമെൻഷ്യ, അൾഷൈമേഴ്സ് ഒക്കെ പോലെയുള്ള ഈ മെമ്മറി രോഗങ്ങളെ വരാതിരിക്കുക, എന്നുവെച്ചാൽ വരുന്നത് ഡിലേ ചെയ്യാനും പിന്നെ ഓൾറെഡി വന്നവർക്ക് അത് വേഴ്സൺ ചെയ്യാതിരിക്കാനും റീഡിങ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദാറ്റ് മൈ ബി ട്രൂ. കാര്യം എന്താ പറയുക, ഇപ്പോൾ ചില ഗെയിമുകൾ കേട്ടിട്ടില്ലേ, ഇപ്പോൾ സുഡോക്കോ അല്ലെങ്കിൽ ചെസ്, ഇതൊക്കെ കളിക്കുമ്പോൾ പൊതുവേ നമുക്ക് അങ്ങനെ ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്ന പറയുമ്പോൾ ഉറപ്പായിട്ടും പല ജോണേഴ്സ് ഒക്കെ വായിക്കുമ്പോൾ അതിന് സാധ്യതയുണ്ട്. സോ ദാറ്റ് സ്റ്റഡീസ് മൈറ്റ് ബി ട്രൂ. അപ്പോൾ അഗെയിൻ അത് അനദർ റീസൺ അല്ലേ, അനദർ ഗുഡ് റീസൺ ദാറ്റ് യു ക്യാൻ സ്റ്റാർട്ട് റീഡിങ് റൈറ്റ് അവേ. പിന്നെ ഫിഫ്ത് പോയിന്റ് എന്ന് പറയുന്നത് അത് ഒരു സ്റ്റഡിയാണ്. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കുറച്ചും കൂടി നല്ലതായിട്ട് കിട്ടും എന്നാണ് പറയുന്നത് വായിക്കുന്നവർക്ക്. നമ്മൾ ഈ പഠിക്കുന്ന ബുക്ക് വായിച്ചുറങ്ങി പോവുക എന്നുള്ളതല്ല. ഇപ്പോൾ ഞാനാണെങ്കിലും എനിക്കൊന്നും ദീപ്തിയാണെങ്കിലും ഞങ്ങൾ കിടന്നുണ്ടല്ലോ നമ്മളെല്ലാം രണ്ടുപേരും വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ ഉറങ്ങി, ദീപ്തിയൊക്കെ ഉറങ്ങി വീഴാറുണ്ട് രാത്രി എപ്പോഴും. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു അതിനും ഒരു സന്തോഷമുണ്ട്, ക്യാൻ റീസ്റ്റാർട്ട് ദ വെരി നെക്സ്റ്റ് ഡേ എന്നുള്ളത്. അപ്പോൾ എവിടെ വരെ നമ്മൾ വായിച്ചായിട്ട് ചെയ്യുന്നത് ഒരു ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് എപ്പോഴും റിട്ടയറിംഗ് വിത്ത് ബുക്ക് അറ്റ് നൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ആ സ്ലീപ്പ് എന്ന് പറയുന്നത് അത് നിസ്സാര ഒരു കാര്യമല്ല. ഉറക്കമില്ലാത്തതായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ വായന അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അനദർ ഗുഡ് റീസൺ ടു യുനോ മേക്ക് എ ഡേ കംപ്ലീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അത് വായിച്ച് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ. അപ്പോൾ സോ അനദർ ഗുഡ് റീസൺ ഫോർ യു ടു സ്റ്റാർട്ട് റീഡിങ്. അപ്പോൾ വി ഹാവ് ഷെയർഡ് ഓൾമോസ്റ്റ് 5 റീസൺസ് അല്ലേ, 5 ബെനിഫിറ്റ്സ് ഉണ്ട് വായിക്കുന്നതിന്. അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചതിൽ കുറച്ച് 5 ഇതാണ്. സോ ഈ 5 പോരെ വായിച്ചു തുടങ്ങാൻ? ഇനിയുണ്ട്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മളിപ്പോ നോൺ ഫിക്ഷൻ വായിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് നോളജ് കൂടും. ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ അതുപോലത്തെ കാര്യങ്ങളാണെങ്കിൽ നമ്മളിപ്പോ അറിയാതെ തന്നെ നമുക്ക് നോളജ് കൂടും. അങ്ങനെ നോളജ് കൂടാനുള്ളൊരു വൊക്കാബുലറി ആണെങ്കിലും നോളജ് ആണെങ്കിലും സോറി. അപ്പൊ ഇങ്ങനെയുള്ള ഇറ്റ് ഈസ് ടു ആക്ച്വലി അപ്സ്കെയിൽ യുവർ എന്താ ഒരു പ്രൊഫഷണൽ ലൈഫ് ആണെങ്കിൽ പോലും അതിനൊത്തിരി ഹെൽപ്പ് ചെയ്യും, അതിനൊത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യും വായന. അത് ഭയങ്കര ഒബ്വിയസ് ആണ്. ഒരുപാട് കേട്ടിട്ടില്ലേ ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് സക്സസ്ഫുൾ ആൾക്കാർ ദേ യൂസ് ടു റീഡ്. അപ്പോൾ ചില ചാനൽസിലും ചില സ്ഥലത്തേക്ക് നമ്മൾ കാണാറുണ്ട് സക്സസ്ഫുൾ പീപ്പിൾ റെക്കമെൻഡ് ചെയ്യുന്ന ബുക്സ് ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ. ആൻഡ് അഗെയിൻ ദാറ്റ് ഈസ് അനദർ good reason to start reading അല്ലേ. So 6 reasons. 7th reason ആണ് vocabulary and communication. So vocabulary increase ചെയ്യാനും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കാനും ഒക്കെ റീഡിംഗ് കൊണ്ട് സാധിക്കും. വായിക്കുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായല്ലോ. സോ സ്റ്റാർട്ട് റൈറ്റ് അവേ. ആൻഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് റീസൺസും കൊണ്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അതിൽ ഒരു സർപ്രൈസ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നു. അത് കഴിഞ്ഞ് ഇത്തരം കുറച്ച് റെക്കമെൻഡേഷൻസും ഉണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടി ഒരു 5 e-ബുക്കുകൾ ഞങ്ങളുടെ പബ്ലിഷിംഗ് ഹൗസ് ഫ്രീ ആക്കിയിട്ടുണ്ട്. സോ എഗെയിൻ നിങ്ങളോട് വായിച്ചു തുടങ്ങാൻ പറഞ്ഞു. ഈ 5 ബുക്കിൽ നിന്ന് തന്നെ നിങ്ങൾ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് 5 വ്യത്യസ്തമായിട്ടുള്ള ബുക്കുകളാണ്. ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. ആദ്യം തന്നെ ജാസ്പർ ലാൽ സാർ എഴുതിയ
ദി ഷാറ്റേർഡ് ഗ്ലാസ് ആൻഡ് അതർ സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറിയാണ്. ഏകദേശം 30 കഥകളാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം കൂടെ ഒരു സമ്മറൈസ് ചെയ്തൊരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു അദ്ദേഹം റോക്കറ്റ് സയന്റിസ്റ്റ് ആണ്. അതെ, അദ്ദേഹം ഒരു റോക്കറ്റ് സയന്റിസ്റ്റ് ആണ്. ഇപ്പൊ ആമസോൺ ചാർട്സ് ബെസ്റ്റ്സെല്ലറും ആണ്. അദ്ദേഹത്തിന്റെ ബുക്ക് ഏകദേശം 1000 ബുക്കോളം പ്രീ ഓർഡറിലെ സമയത്ത് തന്നെ ഗ്ലോബലി വിറ്റഴിക്കപ്പെട്ടു. 2ാമത്തെ എഡിഷൻ ഇറങ്ങി. സോ ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ. ഷോർട്ട് സ്റ്റോറീസ് ആണ്, കുഞ്ഞു കുഞ്ഞു കഥകളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും ഇറസ്പെക്റ്റീവ് ഓഫ് ഏജസ്. ചെറിയ കാര്യങ്ങളെടുത്ത് ഹ്യൂമറസ് ആയിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഡെയിലി ലൈഫിലെ കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല ഹ്യൂമറസ് ആയിട്ട്. അതെ. സോ ദ ഫസ്റ്റ് ബുക്ക് ഇസ് ജാസ്പില സാറിന്റെ ആമസോൺ ജാസ്പില സെർച്ച് ചെയ്യാൻ മതി. സോ 2ാമത്തെ ബുക്ക് എന്ന് പറയുന്നത് അഭിരാം ദേവകുമാർ എഴുതിയ ഹാൻഡ് ഫുൾ ഓഫ് ബിഗിനിങ്സ്. അടുത്തൊരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ആണ്. പക്ഷെ 5 കഥകളേ ഉള്ളൂ. 5 ജോണ്ടറാണ്. അതിൽ 5ാമത്തെ കഥ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഒരു നോവലായിട്ട് പറയാം. ഒരു ചെറിയ നോവല പോലെയാണ്. അതിൽ ഏറ്റവും ഇമോഷണൽ നിറഞ്ഞ കഥയും 5ാമത്തതാണ്. സോ ഇറ്റ്സ് എ മസ്റ്റ് റീഡ്. എസ്പെഷ്യലി 5 ജോണ്ടറാണ്. അപ്പൊ 5 ഫീലിംഗ് ആണ്. ആൻഡ് അഗെയിൻ 5 ഡിഫറെന്റ് ടൈപ്പ് കഥകളായതുകൊണ്ട് ഏതെങ്കിലും ഒരു കഥയെങ്കിലും നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന വർക്കാണ്. ഗിവ് ഇറ്റ് എ ട്രൈ. സോ 3ാമത്തെ ബുക്ക് എന്ന് പറയുന്നത് ഒരു പോയട്രി കളക്ഷൻ ആണ്. ഡോക്ടർ ഗായത്രി മാം എഴുതിയ ബൊക്കെ എന്ന് പറഞ്ഞ ഒരു കളക്ഷൻ ഓഫ് പോയട്രി ആണ്. ഏകദേശം എത്ര പോയിംസ് ഉണ്ട് അതിൻ്റെ അകത്ത്? 100 poems ഒക്കെ. യെസ്. സോ 100 പോയിംസ് ഉണ്ട്. അപ്പൊ പോയട്രി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ സോ ദിസ് ഈസ് യുവർ ബുക്ക്. ഇനി അടുത്ത 4ാമത്തെ ബുക്ക് എന്ന് പറയുന്നത് ഫാർ എന്ന് പറഞ്ഞ ബുക്ക് ആക്ച്വലി ഒരു ഫ്രാഞ്ചൈസി തന്നെയാണ്. ആക്ടർ, ഡയറക്ടർ, അതുപോലെ സ്ക്രീൻ പ്ലേ റൈറ്റർ ആൻഡ് നൗ ഈസ് എൻ ഓത്തർ. വേറെ ആരുമല്ല, പ്രവീൺ പീറ്റർ. സോ ഫാർ എന്ന് പറയുന്ന മൂവി ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. ഫാറിന്റെ മെർച്ചുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഫാറിന്റെ നോവൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ബോംബെ വാലറ്റ് എന്നാണ് സബ് ടൈറ്റിൽ ഫാറിന്റെ ഈ ബുക്കിന്റെ. അത് അത്യാവശ്യം ബോംബെയിലാണ് കഥകളൊക്കെ നടക്കുന്നത്. ഒരു ജേർണി ഓറിയന്റഡ് ആണ്. അതാണ് ഫാർ എന്നുള്ള ഒരു കോൺസെപ്റ്റും ഫാർ എന്നുള്ള വാക്കും വന്നേക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വർക്ക് വായിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ദാറ്റ് ഈസ് ഒരു ഡിഫറെന്റ് സെറ്റിംഗ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അത് സംസാരിക്കുന്നത്. സോ ഇഫ് ദാറ്റ് ക്യാച്ചസ് യു, give it a try. So 5ാമത്തെ ബുക്ക് എന്ന് പറയുന്നത് is very close and dear to me. It's written by none other than രോഹിത് രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ 3ാമത്തെ ബുക്കാണ് ബാപ്റ്റിസം ബൈ ബ്ലഡ്. So if you are completely hooked when English movies are played, this is your thing. ഇതൊരു കംപ്ലീറ്റ് ആക്ഷൻ പാക്ഡ് ത്രില്ലർ എന്ന് പറയാം, ആക്ഷൻ നോവൽ എന്ന് പറയാം. സോ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചുകൊണ്ട് ഇരിക്കാൻ തോന്നും. പക്ഷെ സ്പോയിലർ ആകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 3 ക്യാരക്ടർ ഉണ്ട്. 3 ക്യാരക്ടർ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇംഗ്ലീഷ് ആക്ഷൻ മൂവി കാണുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട, രോഹിത് രാമചന്ദ്രൻ അല്ലെങ്കിൽ ബാപ്റ്റിസം ബ്ലഡ് എന്ന് ആമസോണിൽ സെർച്ച് ചെയ്യുക, ക്ലെയിം ചെയ്യുക, വായിക്കുക. ഇറ്റ് വിൽ നെവർ ഡിസപ്പോയിന്റ് യു. എൻ്റെ അഷുറൻസ് ആണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ഏതൊരു ഇംഗ്ലീഷ് ആക്ഷൻ മൂവീസിനേക്കാളും ബെസ്റ്റ് ആയിരിക്കും ബാപ്റ്റിസം ബ്ലഡ്. ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. സോ അടുത്തത് ദീപ്തിയുടെ കുറച്ച് ബുക്ക് റെക്കമെൻഡേഷൻ ആണ്. നിങ്ങൾ വായനയൊക്കെ തുടങ്ങുന്നവരാണെങ്കിൽ ഈ ബുക്ക് അല്ലാണ്ട് കുറച്ച് പേപ്പർ ബാക്ക് വാങ്ങിച്ച് വായിക്കാനായിട്ടുള്ള റെക്കമെൻഡേഷൻസ്. യെസ്. ഇത് നാഷണൽ റീഡിംഗ് ഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഇന്ത്യൻ ഇംഗ്ലീഷ് ബുക്സ് ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 5 ബുക്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ്. വിക്രം സേത്തിന്റെ എ സ്യൂട്ടബിൾ ബോയ് എന്ന് പറഞ്ഞ ബുക്കാണ്. അത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ വൺ ഓഫ് ദ ലോങ്സ്റ്റ് ബുക്സ് ആണ്. സിംഗിൾ വോളിയം ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ലോങ്സ്റ്റ് ബുക്സ് ആണ്. 1300 എത്രയോ പേജസ് കഴിഞ്ഞു. പക്ഷെ അത്ര എന്തെങ്കിലും നമുക്ക് അതിനകത്ത് ട്രാപ്ഡ് ആയി പോയ പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. അതിന്റെ ലാസ്റ്റ് പേജ് മറിക്കുമ്പോഴത്തേക്കും അയ്യോ കഴിഞ്ഞു പോയല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും നമ്മൾ. അത്രയ്ക്ക് നല്ല ബുക്കാണ്. ഫസ്റ്റ് ബുക്ക്. സെക്കൻഡ് ബുക്ക് എന്ന് പറയുന്നത് സ്വാമി ആൻഡ് ഫ്രണ്ട്സ് ബൈ R.K. നാരായൺ. എനിക്ക് റെക്കമെൻഡ് ചെയ്ത് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. എന്റെ ഫസ്റ്റ് ക്ലാസിക് ആണ്. ചിൽഡ്രൻസ് ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഏത് ഏജിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബുക്കാണ് സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. ഞാൻ ആദ്യമായിട്ട് വായിക്കുമ്പോൾ എനിക്ക് 9-10 വയസ്സാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് PG അത് റിക്വയർഡ് റീഡിംഗ് ആയിരുന്നു. അപ്പം ഞാൻ ഈ 10 വയസ്സിൽ മാറ്റി വെച്ച സാധനം PG സമയത്ത് വായിച്ചപ്പോൾ എനിക്കത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കംപ്ലീറ്റ്ലി വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് സെക്കൻഡ് റീഡ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ബുക്കാണ്. തേർഡ് ബുക്ക് എന്ന് പറയുന്നത് അമിതാഭ് ഘോഷിന്റെ ദ ഗ്ലാസ് പാലസ് എന്ന് പറഞ്ഞ ബുക്കാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഓർക്കുന്നില്ല, പക്ഷെ എനിക്കത് എങ്ങനെയാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഞാൻ വായിച്ച സമയത്ത്. അത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തോണ്ടിരുന്നൊരു ബുക്കാണ്, ഓർമ്മയില്ലെങ്കിലും. അങ്ങനെ ചില ബുക്കുകൾ നമുക്കുണ്ട്. ഇനി ഫോർത്ത് ബുക്ക് എന്ന് പറയുന്നത് R.K. നാരായണന്റെ തന്നെ മാൽഗുഡി ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതും എനിക്ക് റെക്കമെൻഡ് ചെയ്ത് വായിച്ചിട്ടുണ്ട്. കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് അല്ലേ? അത് ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ്. അതിപ്പോ വായിച്ച് തുടങ്ങാൻ ഭയങ്കര നല്ലതാണ്. പക്ഷെ ഒരു നോവൽ ഒറ്റയിരിപ്പിന് വായിക്കാൻ വയ്യ, സമയമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ
ഓരോരോ സ്റ്റോറി വായിച്ചിട്ട് മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. ലാംഗ്വേജ് സിമ്പിൾ ആണ്. ഇന്ത്യൻ സെറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തമിഴ്നാട് സെറ്റിംഗ് ആണ്. മാൽഗുഡി എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ പ്ലേസിനെ ആണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. തമിഴ്നാടാണ്. നമുക്ക് ഭയങ്കര റിലേറ്റബിളും ആയിരിക്കും. ഈസി ആയിട്ട് വായിച്ചു പോകുന്ന ഒരു കാര്യമാണ്, ഒരു ബുക്കാണ്. ഫിഫ്ത്ത് ബുക്ക് നമ്മുടെ മലയാളം ബുക്ക് തന്നെയാണ്. ദ ലെജൻഡ്സ് ഓഫ് ഖസാക്ക് എന്ന് പറഞ്ഞിട്ട് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന മലയാളം ബുക്കിന്റെ ട്രാൻസ്ലേഷൻ ആണ്. ഇത് രണ്ടും വായിച്ചു വെക്കാവുന്നതാണ്, ഖസാക്കിന്റെ ഇതിഹാസവും ദ ലെജൻഡ്സ് ഓഫ് ഖസാക്കും. കാരണം ഞങ്ങൾക്കൊരു പേപ്പർ ഉണ്ടായിരുന്നു, ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡിഗ്രി ചെയ്യുമ്പോഴേക്കും. അപ്പോൾ ഉണ്ടായിരുന്നത് ഇത് ഈ ഖസാക്കിന്റെ ഇതിഹാസം. അപ്പോൾ ഇത് രണ്ടും വായിക്കുമ്പോൾ നമുക്ക് രണ്ട് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഒ.വി. വിജയൻ തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മസ്റ്റ് റീഡ് ആണ്, ഭയങ്കര നല്ല ബുക്കാണ്. അതാണ് ഫിഫ്ത്ത് ബുക്ക്. So the 5 recommendations are A Suitable Boy by Vikram Seth, Yeah. Swami and Friends by R.K. Narayan, Yeah. The Glass Palace by Amitabh Ghosh, Yeah. Malgudi Days by R.K. Narayan, and The Legends of Khasak by O.V. Vijay. Yes. So these are the 5 recommendations for you to start reading. അല്ലേ? Okay. ഇനി നമ്മൾ ഫൈനൽ നമ്മുടെ സർപ്രൈസിലോട്ട് പോവാണ്. സൈക്കിൾ. യെസ്, സൈക്കിൾ. നിങ്ങൾക്ക് സൈക്കിൾ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. ഈ സൈക്കിളിന്റെ വില ഏകദേശം 25,000 രൂപയുണ്ട്. 3 ഫോൾഡബിൾ സൈക്കിളാണിത്. എന്ന് വെച്ചാൽ 3 ഫോൾഡ് ചെയ്ത് നിങ്ങൾക്ക് എവിടെ വേണേൽ ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ആ സൈക്കിൾ. സോ ഈ സൈക്കിൾ സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ചിലർക്കെങ്കിലും അറിയാമായിരിക്കും, ഞങ്ങൾ ഒരു പബ്ലിക് ട്രസ്റ്റ് റൺ ചെയ്യുന്നുണ്ട്, പുസ്തകം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ്. ആൻഡ് വി വർക്ക് എമൗണ്ട് ട്രൈബൽ സ്റ്റുഡൻസ്. അവരുടെ എഡ്യൂക്കേഷണൽ റിസോഴ്സസും മെറ്റീരിയൽസ് ഒക്കെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ട്രസ്റ്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അതോടൊപ്പം ഞങ്ങൾ വെൽബീയിങ് ഓഫ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഒരുപാട് പേരെയും ടേക്ക് കെയർ ചെയ്യാറുണ്ട്. സോ ഈ ഒരു ട്രസ്റ്റിൽ നിങ്ങൾ 31 രൂപ കൊടുത്ത് മന്ത്ലി സബ്സ്ക്രൈബ് ഡോണർ ആവുകയാണെങ്കിൽ ഈ ഒരു പൂൾ ഓഫ് ഗിവ് അവേയിലുള്ള ആൾക്കാരിലോട്ട് നിങ്ങൾക്ക് ചേരാൻ പറ്റും. യു ക്യാൻ ബി എ വിന്നർ. സോ ഇത് എന്നാണ് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്, ഇതിന് ഒരൊറ്റ മാസേ ഉള്ളൂ. സോ ഹറി ആൻഡ് ഡൊണേറ്റ് 31 rupees മന്ത്ലി ബേസിസ്. ജൂലൈ 19th പുസ്തകം ഫൗണ്ടേഷന്റെ ആനിവേഴ്സറി. അന്നാണ് ഇത് നറുക്കെടുക്കുന്നത്. സോ അന്ന് നമുക്ക് പറ്റിയ ഒരു ലൈവ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ മറക്കണ്ട, ഇന്ന് തന്നെ നിങ്ങൾ 31 രൂപ കൊടുത്ത് സബ്സ്ക്രൈബ് ഡോണർ ആവുക ആൻഡ് ഗെറ്റ് എ ചാൻസ് ടു വിൻ സൈക്കിൾ. ഓക്കെ. സോ നെക്സ്റ്റ് ഇയർ ഓരോ വർഷം എല്ലാ ആനിവേഴ്സറി എന്തെങ്കിലും ഒരു ഗിവ് അവേ ഉണ്ടാവും. നെക്സ്റ്റ് ഇയർ സൈക്കിൾ ആയിരിക്കണമെന്നില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. സോ ബി എ സബ്സ്ക്രൈബ് ഡോണർ ആൻഡ് അഗെയിൻ നിങ്ങൾ സബ്സ്ക്രൈബ് ഡോണർ ആകുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്പെടും. ആൻഡ് ബി എ പാർട്ട് ഓഫ് ദിസ് കോഴ്സ്. ഓക്കെ. സോ വൺസ് അഗെയിൻ ഹാപ്പി റീഡിംഗ് ഡേ. ആൻഡ് വൺ മോർ തിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 5 e-book ഫ്രീ ആണ്. പക്ഷേ 21-ാം തീയതി വരെ ഫ്രീ ഉള്ളൂ. ഇന്ന് ഡേറ്റ് എന്നാണ് 20 ആയിക്കഴിഞ്ഞു. സോ 2 more days ഉള്ളൂ. സോ ഹരി അതിന്റെ അപ്പൊ 2 ദിവസം കൂടെ ഉള്ളൂ. അതിന്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സോ ഗോ ആൻഡ് ചെക്ക് ദം ആസ് വെൽ. സോ ടേക്ക് കെയർ അഗൈൻ, വൺസ് അഗൈൻ ഹാപ്പി റീഡിംഗ് ഡേ. ബൈ. കുഴപ്പമില്ല. സിയാ എന്താണ് അവിടെ എൻഡിങ്?